ഈ ഒരു പോസ്റ്റ് വായിച്ചകള് നമ്മളെ മലപ്പുറത്ത് തിരൂരില് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വലിയ അപകടം, ആകപ്പാടെ കത്തി നശിച്ച്. വീട്ടുകാർ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം വലിയ അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താ പറയുക, നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് വീട്ടിൽ നമ്മളെ മൊബൈലുകൾ, അതേമാതിരി പവർ ബാങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചാർജിൽ വെച്ച് നമ്മൾ പുറത്തു പോകും. ഇത്തരം സാധനങ്ങളൊക്കെ എല്ലാവരും നിങ്ങളെ അഭിപ്രായമൊക്കെ എല്ലാവരും രേഖപ്പെടുത്തണം കേട്ടോ. ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ചാർജിൽ വെച്ച് പോകുമ്പോൾ അത് ചൂടായി, പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മേലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിൻ്റെ മേലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ, പേപ്പറുകൾ പോലത്തെ സാധനത്തിൻ്റെ മേലൊക്കെ വെച്ച് നമ്മൾ പുറത്തൊക്കെ പോകും. നമ്മൾ പോയി വരുമ്പോഴത്തേന് അതൊക്കെ ചാർജായി കുട്ടപ്പനായി നിൽക്കുക വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചൂടായി കഴിഞ്ഞാൽ ഏതെങ്കിലും സംഗതികളിലൊക്കെ തീ പടർന്ന് ആകപ്പാടെ കത്തി നശിച്ച് വലിയ അപകടം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വലിയ കണ്ണീര് നമ്മൾ കുടിക്കേണ്ടി വരും. ഈ ചെറിയൊരു 500 റുപ്യൻ്റെ ഈ ഒരു സാധനം കൊണ്ട് വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള സംഗതിയാണ്. കാരണം ചില ആളുകൾക്കൊക്കെ പവർ ബാങ്ക് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ചില മൊബൈലുകൾ തീരെ ചാർജ് ഉണ്ടാവാത്ത സ്ഥിതിക്ക് അധികം ആൾക്കാർക്കും സ്റ്റെപ്പിനായിട്ട് പവർ ബാങ്ക് കൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തൊക്കെ ഉണ്ടാവും. ഏതായാലും ചില സംഗതികൾ, ചില ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ഹീറ്റാവുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ വലിയ അപകടങ്ങളാണ്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയാണിത്. ഏത് സമയത്തും അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും ആ വീട്ടിൽ ആളുകളില്ലാത്തത് കൊണ്ട് മാത്രം വലിയ അപകടം അതിന് കഴിച്ചിലായി. വീട്ടുകാരൊക്കെ പുറത്തായത് കൊണ്ട് എല്ലാവരും കഴിച്ചിലായി. ഏതായാലും ആകപ്പാടെ കത്തി നശിച്ച്. പിന്നെ പ്രത്യേകിച്ച് ഓലപ്പര, അതേമാതിരി ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് ഇത് ആകെ സ്പ്രെഡാവും പെട്ടെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ചില സാധനങ്ങൾ പെട്ടെന്ന് ചൂടായി ആകപ്പാടെ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന സാധനമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക.